നിങ്ങൾക്കെന്ത് വേണം? അപ്പോൾ ശുഹദാക്കൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഞങ്ങൾക്കെന്ത് തരാനാണ്? ഇതിലപ്പുറം ഞങ്ങൾക്കെന്ത് ലഭിക്കാനാണ്? ഞങ്ങൾക്ക് വല്ലാത്തൊരു സ്ഥാനമല്ലേ നീ നൽകിയത് എന്ന് അല്ലാഹുവിനോട് പറയുകയും വീണ്ടും അല്ലാഹു തആല ചോദിക്കുന്നു. എന്നാണ് ചോദിക്കുന്നത്, മാദാ തബ്ഗൂൻ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ചോദിച്ചോളൂ. അപ്പൊ അവര് പറയുന്നുണ്ട്, ശുഹദാക്കൾ പറയാ, ഞങ്ങൾക്ക് ഒന്നുകൂടി ഭൂമിയിലേക്ക് പോകണം, ഭൗതിക ലോക ദുനിയാവിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകണം, എന്നിട്ട് ഞങ്ങൾക്ക് ഒരു യുദ്ധത്തിൽ കൂടി പങ്കെടുക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് ഷഹീദാകണം, എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടി സ്വർഗത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല പറയാ, ഇല്ല, മരിച്ചുപോയ ബർസഖിയായ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുപോവുക എന്നത് എന്റെ നടപടിക്രമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ലോകത്തില്ല. മരിച്ചു പോയ ഒരു മനുഷ്യന്റെയും റൂഹ് തിരിച്ചിങ്ങോട്ട് വരില്ല. അന്ധവിശ്വാസമാണത്. അത് ബദരീങ്ങളെ റൂഹും അല്ലാത്തവരാരുടെയും റൂഹ് തിരിച്ചു വരില്ല. പിന്നെ എന്നിട്ട് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഒരു വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നു, നമ്മുടെ വീട് കാക്കാൻ വേണ്ടിയിട്ട് ബദരീങ്ങൾ വരും, നമ്മുടെ രോഗം സുഖപ്പെടുത്താൻ വേണ്ടി ബദരീങ്ങൾ വരും, മുണ്ടക്കയിൽ ഉരുളുപൊട്ടിയപ്പോൾ അവിടെ ബദരീങ്ങളുടെ സഹായങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ കടക വിരുദ്ധമായ ഒരു നിലപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബദരീങ്ങൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ചവരല്ല. നമ്മളെ സഹായത്തേട്ടം പടച്ചവനോട് മാത്രം. മജ്‌ലിസുന്നൂർ സംഘടിപ്പിച്ച് നാട്ടിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് കാവല് നൽകുമെന്ന് വിശ്വസിച്ച് ആ മജ്‌ലിസുന്നൂറിൽ ബദരീങ്ങൾ വന്ന് പങ്കെടുത്ത് നമ്മുടെ നാട്ടിനെ സഹായിക്കും, സംരക്ഷിക്കും എന്നുള്ള വിശ്വാസം ജാഹിലിയ വിശ്വാസമാണതെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടെന്നാല് ബദറിൽപ്പെട്ട പല സ്വഹാബികളും, മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് പ്ലേഗ് രോഗം ബാധിച്ചിട്ടാണ്, പകർച്ചവ്യാധി ബാധിച്ചിട്ടാണ്. എന്നാൽ മിസ്അബ് റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് മരിച്ചത് പരമദരിദ്രനായിട്ടാണ്. ഇങ്ങനെ ദരിദ്രന്മാരായിരുന്നു, രോഗം ബാധിച്ച് മരിച്ചവരുണ്ട്. അഥവാ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയുന്നു, ബദറിൽ സംബന്ധിച്ചവരെല്ലാം ബദരീങ്ങളാണ്, ഷഹീദായവർ മാത്രമല്ല. അതിൽപ്പെട്ടതാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. പിന്നീട് പ്ലേഗ് ബാധിച്ച് മരിച്ച്. ഇവരൊന്നും ഒരാപത്തിൽ നിന്നും നമ്മളെ കാക്കാൻ വേണ്ടി വരുന്നവരല്ല, മറിച്ച് നമ്മുടെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഉള്ളത് പടച്ച തമ്പുരാൻ മാത്രമാണ് എന്നുള്ള ഉറച്ച തൗഹീദ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നതാണ് ബദറുമായി നൽകുന്ന ഒരു സന്ദേശം എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ 2ാമത്തെ വർഷം ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം 7ഓളം ബദർ ദിനം പ്രവാചകന്റെ മദീന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ബദർ ദിനവും ഒരു ബദരീങ്ങളെ ആണ്ടും പ്രവാചകൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ അത് ഇസ്ലാമിലില്ലാത്തൊരു ആചാരമാണ്. അതിന് നേർച്ചകളോ വഴിപാടുകളോ നടത്തുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ തൗഹീദിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു തആല രക്ഷിക്കുമാറാകട്ടെ. റഹമുർ-റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ നാഥ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തന്നെ